വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം വളരെ പ്രധാനമായി മാർപ്പാപ്പയുടെ ചിന്തകൾ, പ്രബോധനങ്ങൾ അവതരിപ്പിക്കുകയാണ്, പ്രസംഗങ്ങളും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പതിവിന് വിപരീതമായി കഴിഞ്ഞ എപ്പിസോഡിൽ മെത്രാന്മാർക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിൻ്റെ പുതിയ പ്രീഫെക്റ്റുമായുള്ള ഒരഭിമുഖമാണ് പറഞ്ഞു തുടങ്ങിയത്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആർച്ച് ബിഷപ്പ് റോബർട്ട് പ്രിവോസ്റ്റ് ആണ് പുതിയ ഈ കാര്യാലയത്തിൻ്റെ പുതിയ പ്രീഫെക്റ്റ് എന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഒരു അഗസ്റ്റീനിയൻ സന്യാസിയായിരുന്നു അദ്ദേഹം. അമേരിക്കക്കാരനാണ്. ഷിക്കാഗോയിലാണ് അദ്ദേഹം ജനിച്ചത് എന്ന കാര്യം ഞാൻ പറഞ്ഞു. ഒരു മിഷണറി ആയിട്ടാണ് ഏറെക്കാലം പ്രവർത്തിച്ചത്. പെറുവിലെ ഷിക്കാല രൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്നു. അദ്ദേഹത്തോട് മെത്രാൻ്റെ ദൗത്യം എന്താണ് എന്ന ഒരു ചോദ്യമാണ് ആദ്യമായി ഉന്നയിച്ചത്. ഈ ആധുനിക കാലത്ത് മെത്രാൻ്റെ ദൗത്യം എന്താണ്, മെത്രാനെ എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറഞ്ഞു. ഏറ്റവും പ്രധാനം, നാം എല്ലാവരും യത്നിക്കുന്നത് ചില പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നതിനാണ്. മെത്രാന്മാർ പലപ്പോഴും ചെയ്യുന്നത് അതാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഈശോയെ അറിയുന്നതിൻ്റെ ആനന്ദവും സൗന്ദര്യവും പകർന്നു നൽകുകയാണ് മെത്രാന്മാരുടെ ഒന്നാമത്തെ കടമയെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പുതിയ ചോദ്യങ്ങളിലേക്ക് വരികയാണ്. അദ്ദേഹത്തോട് ചോദിച്ച മറ്റൊരു ചോദ്യം ആനുകാലികമാണ്. നമുക്കറിയാം, വൈദികരുടെ ഭാഗത്ത്, സഭയിൽ മറ്റ് വിശ്വാസികളുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായ ഒരു വലിയ അപകടമാണ് ദുരുപയോഗം. കുട്ടികളെ ദുരുപയോഗിക്കുക, സ്ത്രീകളെ ദുരുപയോഗിക്കുക, ആ തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങൾ സഭയിൽ വലിയ ഒരു പ്രശ്നമായി തീർന്നതാണ്. കർശനമായ നിലപാടുകൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെതിരെ എടുത്തിട്ടുണ്ട്. വളരെ ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ മെത്രാന്മാർക്കുള്ള പങ്കിനെക്കുറിച്ച്, അവരുടെ ജാഗ്രതയെക്കുറിച്ച് വളരെ കൂലങ്കഷമായുള്ള രേഖകളും പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ചോദ്യം. ദുരുപയോഗം തടയുന്നതിനുള്ള പുതിയ മാർഗരേഖകൾ മെത്രാന്മാരുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിച്ചു. അവർ പെട്ടെന്ന് ഇടപെടണം. കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായാൽ ഇടപെടണം, താമസിക്കാൻ പറ്റില്ല. കാലതാമസത്തിനും വീഴ്ചകൾക്ക് ഉത്തരം പറയുകയും വേണം. അങ്ങനെ വന്നാൽ അവരോട് തന്നെ ചോദ്യം ചോദിക്കുക, അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പം പുതിയ നിയോഗം മെത്രാന്മാർ എങ്ങനെ കാണുന്നു, ഈ പുതിയ നിയോഗത്തെ എങ്ങനെയാണ് മെത്രാന്മാർ കാണുന്നത് എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. അപ്പോൾ അതിനെ മറുപടി ആർച്ച് ബിഷപ്പ് പറയുന്നത്, ഇക്കാര്യത്തിൽ നാം ഒരു യാത്രയിലാണ്. വർഷങ്ങളായി വിഷയത്തിൽ നന്നായി ഇടപെടുന്ന, ചട്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇടങ്ങളുണ്ട്, ചട്ടങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ. എങ്കിലും കൂടുതൽ പാലിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് ആർച്ച് ബിഷപ്പ് പറയുകയാണ്. കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇരകളെ അനുധാപനം ചെയ്യുന്നതിനുള്ള ദൗത്യത്തിൻ്റെ അടിയന്തര സ്വഭാവത്തെക്കുറിച്ചും ഉത്തരവാദിത്വത്തെക്കുറിച്ചുമാണ് ഞാൻ പരാമർശിക്കുന്നത്. ഇരകൾ, ദുരുപയോഗത്തിന് വിധേയരാകുന്ന ആളുകൾ, അവരെ അനുധാപനം ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. അത് അടിയന്തരമായ ഉത്തരവാദിത്തമാണ്. പലപ്പോഴും ഉയരുന്ന ഒരു ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെത്രാന്മാർക്ക് വൈദികരോടുള്ള അടുപ്പമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളത് കണ്ടതാണ്. അടുപ്പം ഉണ്ടാകണം വൈദികരോട്. അതേസമയം അദ്ദേഹം ഇരകളുമായും അടുപ്പത്തിലാകണം, ജനങ്ങളോടും വൈദികരോടും അടുപ്പത്തിലാകണം. അതുകൊണ്ട് ഇരകളുമായി ബന്ധപ്പെടുന്നതിന് മെത്രാൻ തന്നെ പോകേണ്ടതില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. ചില മെത്രാന്മാർ പറഞ്ഞു, ഞങ്ങൾ തന്നെ ഇരകളുടെ അടുക്കിലേക്ക് പോകേണ്ട കാര്യമില്ല. എന്നാൽ ദുരുപയോഗത്തിലൂടെ സഹിച്ചവർക്ക് നേരെ നമുക്ക് നമ്മുടെ ഹൃദയവാതിൽ അടയ്ക്കാനാവില്ല എന്നാണ് ഈ ആർച്ച് ബിഷപ്പ് ശക്തമായി പറയുന്നത്.
സഭയുടെ വാതിലും അടയ്ക്കാൻ പറ്റില്ല. ഇരകളായി തീർന്നവരെ പ്രത്യേകം പരിഗണിക്കണം. ഒരു മെത്രാൻ്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ്, ആർച്ച് ബിഷപ്പ് പറഞ്ഞു. സഭയ്ക്ക് വല്ലാതെ വേദനയുണ്ടാക്കുന്ന ഈ സത്യത്തോടെ പ്രതികരിക്കുന്നതിന് ഇനിയും വലിയ നടപടികൾ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം കരുതുന്നത്. അവന് കുറേ കൂടി സമയം വേണ്ടിവരും. മറ്റ് കാര്യാലയങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങൾ നീക്കം നടത്തുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിന് മതിയായ ക്രമീകരണങ്ങൾ നടത്തിയിട്ടില്ലാത്ത മെത്രാന്മാരെ സഹായിക്കുക. ഇപ്പോഴും പല രൂപതകളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ അവരെ സഹായിക്കുക. അത് ഈ കാര്യാലയത്തിൻ്റെ, മെത്രാന്മാർക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിൻ്റെ ദൗത്യമാണ് എന്ന് അദ്ദേഹം കരുതുന്നു. ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രതയും ഉത്തരവാദിത്വ ബോധവും പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്നും മെത്രാപ്പൊലീത്ത ചൂണ്ടിക്കാട്ടി. ഇതാണ് അതിന് നൽകിയ ഉത്തരം. ഇനി അടുത്തൊരു ചോദ്യം. ഇപ്പോൾ നമുക്ക് നിയമങ്ങളുണ്ട്, എന്നാൽ മനോഭാവങ്ങൾ മാറ്റുന്നത് കൂടുതൽ ദുഷ്കരമാവുകയാണോ? അതായിരുന്നു ചോദ്യം. നിയമങ്ങളുണ്ട്, പക്ഷേ മനോഭാവം മാറണ്ടേ, അത് ബുദ്ധിമുട്ടുള്ളതാണോ എന്ന ചോദ്യം. അത് ഇത്തരം സംഭവങ്ങളോട് പ്രതികരിക്കുന്നതിൽ സംസ്കാരങ്ങൾക്കിടയിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഓരോ സംസ്കാരവും വ്യത്യസ്ത രീതിയിലാണ് അതിനെ കാണുന്നത്. ചില രാജ്യങ്ങളിൽ ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് ഉണ്ടായിരുന്ന ഒരു ടാബു ഉണ്ടായിരുന്നു, അത് തകർന്നിട്ടുണ്ട്. എന്നാൽ ചിലയിടത്ത് ഇരകളോ അവരുടെ കുടുംബാംഗങ്ങളോ തങ്ങൾക്കുണ്ടായ ദുരന്ത അനുഭവങ്ങളെക്കുറിച്ച് വാ തുറക്കുക പോലും ചെയ്യുന്നുമില്ല എന്ന് അദ്ദേഹം പറയും. അപ്പം വ്യത്യാസമുണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ. പക്ഷേ നിശബ്ദത ഒന്നിനും പരിഹാരമല്ല എന്ന് ആർച്ച് ബിഷപ്പ് പറയുകയാണ്. അത് ഒരിക്കലും ഉത്തരവുമല്ല നിശബ്ദത. നാം സുതാര്യതയുള്ളവരും സത്യസന്ധരും ആയിരിക്കേണ്ടതാണ്. നാം ഇരകളെ അനുയാത്ര ചെയ്യുകയും സഹായിക്കുകയും വേണം. അതാണ് നമ്മുടെ മുമ്പിലുള്ള വലിയ ഉത്തരവാദിത്വം. ഇല്ലെങ്കിൽ അവരുടെ മുറിവുകൾ ഒരിക്കലും ഉണങ്ങില്ല. ഇക്കാര്യത്തിൽ നമുക്കെല്ലാം വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് തന്നെ വീണ്ടും മെത്രാപ്പൊലീത്ത ആവർത്തിച്ച് പറയുകയാണ്. അടുത്ത ഒരു ചോദ്യം പ്രത്യേകിച്ച് സിനഡിൻ്റെ പശ്ചാത്തലത്തിലാണ്. സിനഡാലിറ്റിയെക്കുറിച്ചുള്ള സിനഡ് നടന്ന പാതയിലാണ്, ആ അവസരത്തിലാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. ഇക്കാര്യത്തിൽ മെത്രാൻ്റെ പങ്ക് എന്താണ്? അതിന് ഉത്തരം നൽകിയത് ഇങ്ങനെയാണ്. പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെടുന്ന സഭയുടെ അവിരാമമായ നവീകരണം വലിയൊരവസരമാണ് നമുക്ക് നൽകുന്നത്. ഒരു വശത്ത് സഭയുടെ പോക്ക് എങ്ങോട്ടാവുമോ എന്ന് പരസ്യമായി സന്ദേഹം പ്രകടിപ്പിക്കുന്ന മെത്രാന്മാരുണ്ട്. എല്ലാം തുറന്നിങ്ങ വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും, അവൻ്റെ പോക്ക് എങ്ങോട്ടാവുമെന്ന് സന്ദേഹിക്കുന്ന മെത്രാന്മാരുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ കാലം നൽകിയ ഉത്തരങ്ങളുടെ സുരക്ഷിതത്വമാവും അവർ കണക്കിൽ എടുക്കുന്നത് എന്നാണ് അതിനൊരു കാരണമായി മെത്രാപ്പൊലീത്ത കാണുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് സത്യമായും സഭയിലുണ്ടെന്നും അവിടുന്നാണ് സഭയെ ഈ നവീകരണത്തിലേക്ക് നയിക്കുന്നത് എന്നും ഞാൻ വിശ്വസിക്കുന്നു. അതാണ് മെത്രാപ്പൊലീത്തയുടെ നിലപാട്. അതുകൊണ്ട് നാം എല്ലാവരും ഒരു പുതിയ മനോഭാവം ജീവിക്കുന്നതിനുള്ള വലിയ ഉത്തരവാദിത്വത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. പുതിയ മനോഭാവം ജീവിക്കുക എന്നതാണ് പ്രധാനം. അതൊരു ഉത്തരവാദിത്തമായി കാണണം. ഇത് കേവലം ഒരു പ്രക്രിയയല്ല, ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ വരുത്തുന്ന മാറ്റവുമല്ല, തീരുമാനത്തിലെത്തുന്നതിന് മുമ്പ് കൂടുതൽ മീറ്റിങ്ങുകൾ നടത്തുന്നതുമല്ല, എല്ലാം അതിനപ്പുറമാണ്. അപ്പോൾ നമ്മുടെ ഈ മനോഭാവ മാറ്റം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ വരുത്തുന്ന മാറ്റമല്ല, തീരുമാനത്തിലെത്തുന്നതിന് മുമ്പ് കൂടുതൽ മീറ്റിങ്ങുകൾ നടത്തുന്നതല്ല, അതിനൊക്കെ അപ്പുറമാണ് ഈ മാറ്റം. എന്നാൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് ഇത് തന്നെയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കാരണം ദിവസത്തിൻ്റെ അവസാനം
പരിശുദ്ധാത്മാവിനോട് അവിടുന്ന് എന്താണ് സഭയിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്ന് കേൾക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് പ്രധാനം. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ആത്മശോധന ചെയ്യണം, പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. അടുത്തൊരു ചോദ്യം നാം ഇത് എങ്ങനെ കൈവരിക്കും എന്നതാണ്. ഈ സിനഡാത്മകത, സിനഡാലിറ്റി എല്ലാം എങ്ങനെ നടപ്പാകുമെന്നതായിരുന്നു ചോദ്യം. അതിന് അദ്ദേഹം ഉത്തരം പറഞ്ഞു, നാം പരസ്പരം കേൾക്കണം. അതൊരു രാഷ്ട്രീയ അജണ്ട ചർച്ച ചെയ്യുന്നത് പോലെയോ സമൂഹത്തെ ബാധിക്കുന്ന ഏതെങ്കിലും പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്നത് പോലെയോ അല്ല ഈ സംസാരം. ചിലപ്പോൾ നാം എല്ലാവരും എല്ലാം ഒരു വോട്ടെടുപ്പിലൂടെ നിർണയിക്കുന്നതിലേക്ക് ചുരുക്കുവാൻ ആഗ്രഹിക്കുന്നതായി തോന്നാറുണ്ട്. എല്ലാം വോട്ടെടുത്ത് ഭൂരിപക്ഷം അനുസരിച്ച് തീരുമാനിക്കാൻ, തുടർന്ന് വോട്ട് ചെയ്യുവാനും നമ്മൾ പരിശ്രമിക്കുന്നു, തീരുമാനിച്ചത്. എന്നാൽ അതിലും ഏറെ ആഴത്തിലുള്ളതും വ്യത്യാസമുള്ളതുമാണ് ഈ വിഷയം, സിനഡാലിറ്റി. നാം ആത്മാർത്ഥമായി പരിശുദ്ധാത്മാവിനെ ശ്രമിക്കാൻ പഠിക്കേണ്ടതുണ്ട്. അതാണ് പ്രധാനം. സിനഡിലെ പരിശുദ്ധ പിതാവും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. നാം പരിശുദ്ധാത്മാവിനെ ശ്രമിക്കാൻ പഠിക്കേണ്ടതുണ്ട്. സഭയിലുള്ള സത്യാന്വേഷകരുടെ ചൈതന്യം ഉൾക്കൊള്ളുവാനും നാം പഠിക്കണം. സഭയിലെ സത്യാന്വേഷകരെ നാം പഠിക്കണം. അധികാരം സംസാരിക്കുന്ന ഒരനുഭവത്തിൽ നിന്നും മുന്നോട്ട് പോവുക, അധികാരത്തോടെ സംസാരിക്കുന്ന ആ ഒരവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോവുക. അപ്പോൾ സഭയിലുള്ള കാര്യങ്ങളെയും വരങ്ങളെയും ശുശ്രൂഷകളെയും വിലമതിക്കുന്ന സഭാനുഭവത്തിൽ അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ചെയ്യും, ആ ഒരു അനുഭവത്തിൽ എല്ലാം ശരിയാകും എന്ന് ഈ മെത്രാപ്പൊലീത്ത സൂചിപ്പിക്കുകയാണ്, പ്രീഫെക്റ്റ് സൂചിപ്പിക്കുകയാണ്. മെത്രാൻ ശുശ്രൂഷ സുപ്രധാനമായ ഒരു സേവനമാണ്. പക്ഷേ എല്ലാം ഈ സിനഡൽ ചൈതന്യത്തിൽ, അതായത് എല്ലാവരും ഒന്നിച്ച് നടക്കുകയും ഈ കാലഘട്ടത്തിൽ കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്ന അന്വേഷിക്കുകയും ചെയ്യുക എന്ന മനോഭാവത്തിൽ സഭയുടെ സേവനത്തിനായി എല്ലാവരും സമർപ്പിക്കണം. അങ്ങനെ അത് സാധിക്കുകയുള്ളൂ. മറ്റൊരു ചോദ്യം ചോദിച്ചത് സാമ്പത്തിക വിഷയങ്ങൾ മെത്രാന്മാരുടെ ജീവിതത്തെ എന്തുമാത്രം ബാധിക്കുന്നു എന്നതാണ്. സാമ്പത്തിക വിഷയങ്ങൾ. അതിന് അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയാണ്: മെത്രാൻ നല്ല ഭരണാധികാരി ആകാൻ കൂടി വിളിക്കപ്പെട്ടവനാണ്. അദ്ദേഹം കർത്താവിനെ അനുഭവിച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവനാകണം. അതുപോലെ ഒരു നല്ല ഭരണാധികാരി കൂടി ആകാൻ വിളിക്കപ്പെട്ടവനാണ് എന്ന് ആർച്ച് ബിഷപ്പ് പറയുകയാണ്. അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ തന്നെ സഹായിക്കുവാൻ നല്ല ഒരു വ്യക്തിയെ കണ്ടെത്താൻ ശേഷിയുള്ളവനാകണം. അപ്പം അദ്ദേഹത്തിന് തന്നെ ചെയ്യാൻ പറ്റില്ലായിരിക്കും സാമ്പത്തിക കാര്യങ്ങൾ. അതുകൊണ്ട് നല്ല സഹായിക്കാൻ പറ്റുന്ന പ്രഗത്ഭനായ പ്രാപ്തനായ ഒരു വ്യക്തിയെ കണ്ടെത്തണം. മാർപ്പാപ്പ വിഭാവനം ചെയ്യുന്നത് ദരിദ്രർക്ക് വേണ്ടിയുള്ള ഒരു പാവപ്പെട്ട സഭയെയാണ്. മാർപ്പാപ്പ എപ്പോഴും പറയുന്നതാണ് സഭയെപ്പറ്റിയുള്ളൊരു കാഴ്ചപ്പാട്. ദരിദ്രർക്ക് വേണ്ടിയുള്ള ഒരു പാവപ്പെട്ട സഭ. കഴിഞ്ഞ കാലത്തെ സംവിധാനങ്ങളും ഉപസംവിധാനങ്ങളും ഒന്നും ആവശ്യമില്ലാതായിരിക്കുന്ന സംഭവങ്ങളുണ്ട്. കഴിഞ്ഞ കാലം കൊണ്ട് അന്നെടുത്ത സംവിധാനങ്ങൾ, ഉപസംവിധാനങ്ങളൊന്നും ഇന്ന് പോരാ. അവയെ പരിപാലിക്കുക തന്നെ ബുദ്ധിമുട്ടായി തീർന്നിട്ടുണ്ട്. അതേസമയം ഞാനായിരുന്നത് പോലുള്ള സ്ഥലങ്ങളിൽ പോലും ജനങ്ങൾക്ക് അടിസ്ഥാന സേവനങ്ങൾ ലഭ്യമാക്കുന്നത് വിദ്യാഭ്യാസപരവും ആരോഗ്യപരവുമായ സ്ഥാപനങ്ങൾ നടത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം സഭയ്ക്കാണ്. അദ്ദേഹം ലാറ്റിൻ അമേരിക്കയിൽ നിന്നാണല്ലോ വരുന്നത്, അവിടെയാണ് സേവനം ചെയ്തിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അവിടെ പോലും ജനങ്ങൾക്ക് അടിസ്ഥാന സേവനങ്ങൾ ലഭ്യമാക്കുന്നത്, അതായത് വിദ്യാഭ്യാസപരവും ആരോഗ്യപരവുമായ സ്ഥാപനങ്ങൾ അതെല്ലാം നടത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം സഭയിലാണ് നിലനിൽക്കുന്നത്. കാരണം പലപ്പോഴും രാഷ്ട്രീയ ഭരണാധികാരികൾക്ക് അതിന് സാധിക്കുന്നില്ല. അവികസിത രാജ്യങ്ങളുടെ ഒരു വലിയ പ്രശ്നമാണത്. അവർക്ക് സാധിക്കുന്നില്ല. അവിടെ ഇത് നിർവഹിക്കുന്നത് സഭയാണ്. സഭയ്ക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അതിൽ മെത്രാന് വലിയ ഒരു ഉത്തരവാദിത്തമുണ്ടെന്നതാണ്. വ്യക്തിപരമായി സഭയെല്ലാം വിറ്റുകളയുകയും
തെരുവിൽ സുവിശേഷം പ്രസംഗിക്കുക മാത്രം ചെയ്യുകയും വേണമെന്ന പക്ഷക്കാരനല്ല ഞാൻ. ഒരു പാവപ്പെട്ട സഭയാവുക എന്ന് പറയുമ്പോൾ എല്ലാം കളഞ്ഞ് ദരിദ്രരായി തീരുക, ഒന്നും ഇല്ലാത്തവളായി തീരുക എന്ന അർത്ഥമില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. എല്ലാം വിറ്റുകളയുകയും തെരുവിൽ സുവിശേഷം പ്രസംഗിക്കുക മാത്രം ചെയ്യുകയും വേണം എന്ന പക്ഷക്കാരനല്ല. അത് വളരെ ഉന്നതമായ ദൗത്യമാണെങ്കിലും അത് വളരെ ഉന്നതമായ ദൗത്യമാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ചേർന്ന ഏക ഉത്തരം അതാണെന്ന് പറയാൻ സാധിക്കില്ല. കുറേ കൂടെ നമ്മൾ സമഗ്രമായി കാര്യങ്ങൾ കാണേണ്ടതുണ്ട്. പ്രാദേശിക സഭകൾ തമ്മിൽ കൂടുതൽ സഹോദര നിർവിശേഷമായ സ്നേഹം വളർത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. പഴയകാലത്ത് കിട്ടിയിരുന്നത് പോലെ വരുമാനമില്ലാത്ത സ്ഥാപനങ്ങൾ നിലനിർത്തുന്ന വിഷയങ്ങളിലെല്ലാം മെത്രാൻ പ്രായോഗികവാദിയാകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പണ്ട് വരുമാനം ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ കിട്ടുന്നില്ല. അവിടെ പ്രായോഗികമായി ചിന്തിക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ മിണ്ടാമടക്കാർ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്കെല്ലാം ദൈവപരിപാലനയ്ക്ക് വരമേൽപ്പിക്കുന്നതിനുള്ള ആത്മവിശ്വാസമുണ്ടായാൽ ഒരു വഴി തെളിഞ്ഞു വരും. അപ്പം കംപ്ലീറ്റ് ദൈവപരിപാലനയ്ക്ക് വിട്ടുകൊടുത്താൽ ഒരു വഴി വരും. നമ്മുടെ ദൈവവിളിയുടെ ആത്മീയ മാനം ഒരിക്കലും മറക്കരുത് എന്നും പറയുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ നടക്കും. ഒരു ആത്മീയ മാനം വെറും ഭൗതികമായി മാത്രമുള്ള വീക്ഷണത്തിൽ കാര്യങ്ങൾ കാണരുത്. നാം മാനേജർമാരാകുന്ന അല്ലെങ്കിൽ മാനേജർമാരെ പോലെ ചിന്തിക്കുന്ന അപകടത്തിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മെത്രാപ്പൊലീത്ത പ്രത്യേകിച്ച് മെത്രാന്മാരെ പറ്റി പറഞ്ഞത് ഈ കാര്യമാണ്. മെത്രാൻ ഒരു ഇടയനാണ്, മാനേജരല്ല. അപ്പം വെറും മാനേജർമാരാകുന്ന അതേപോലെ ചിന്തിക്കുന്ന അപകടത്തിൽപ്പെടും. അത് സംഭവിക്കാറുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അടുത്ത ഒരു ചോദ്യം, അത് അവസാന ചോദ്യമാണ്, പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. മെത്രാനും സോഷ്യൽ മീഡിയയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, എങ്ങനെയാവണം എന്നതാണ് ആ ചോദ്യം. അതിന് മെത്രാപ്പൊലീത്ത പറഞ്ഞ ഉത്തരം ഇതാണ്: സുവിശേഷം ജനകോടികളിൽ എത്തിക്കത്തക്ക വിധം പ്രഘോഷിക്കുന്നതിനുള്ള സുപ്രധാനമായ ഒരു ഉപകരണമായി സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഉത്തരമാണ്. നമുക്ക് എല്ലാ ആളുകളും വിശ്വാസികളും ചിന്തിക്കേണ്ട കാര്യമാണ്. സുവിശേഷം ജനകോടികളിൽ എത്തിക്കത്തക്ക വിധം പ്രഘോഷിക്കുന്നതിനുള്ള സുപ്രധാനമായ ഒരു ഉപകരണമായി സോഷ്യൽ മീഡിയയെ നാം കാണണം. സോഷ്യൽ മീഡിയയെ ശരിക്കും കൈകാര്യം ചെയ്യുവാൻ നമുക്കാവണം. ഇന്ന് സുവിശേഷം അറിയിക്കാൻ ഏറ്റവും പറ്റിയ കാര്യം അതുതന്നെയാണ്. ഇതിനുള്ള ഒരുക്കമില്ല എന്നതാണ് ഒരു പ്രശ്നം. അത് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുക്കമില്ല. ഈ ഒരുക്കത്തിലേക്കാണ് ഭാവി മെത്രാന്മാർ, ഭാവി പുരോഹിതരെയും ജനങ്ങളെയും പ്രോത്സാഹിപ്പിക്കേണ്ടത്. അതേസമയം പൊതുവായി എല്ലാവരും അറിയത്തക്ക വിധം ഏതെങ്കിലും വിഷയത്തിൽ ഉത്തരം പറയുന്നതിനോ പൊതുവായ ചോദ്യം ചോദിക്കുന്നതിനോ ആയി നാം എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ട്വിറ്ററിൽ എന്തെങ്കിലും കുറിക്കുന്നതിന് മുമ്പ് നാം പലവട്ടം ചിന്തിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം മുൻകൂട്ടി പറയുകയാണ്. പൊതുവായി എല്ലാവരും അറിയത്തക്ക വിധം ഏതെങ്കിലും വിഷയത്തിൽ ഉത്തരം പറയുന്നതിനോ പൊതുവായ ചോദ്യം ചോദിക്കുന്നതിനോ ആയി നാം എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ട്വിറ്ററിൽ എന്തെങ്കിലും കുറിക്കുന്നതിന് മുമ്പ് പലവട്ടം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ വാക്കുകളെ പലതരത്തിൽ വിലയിരുത്തപ്പെടാമെന്നാണ് അദ്ദേഹം കരുതുന്നത്. അതുകൊണ്ടാണ് ആലോചിച്ച് വേണം നമ്മൾ എഴുതാൻ. എഴുതിപ്പോയാൽ അത് പോയതാണ്, ശ്രദ്ധിക്കണമെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അവിരാമം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോക സാഹചര്യങ്ങൾ ചിലപ്പോൾ ഭിന്നതകൾക്കും വിവാദങ്ങൾക്കും തീ കൊളുത്തിയേക്കാം എന്ന അപകട സാധ്യതയുള്ളതുകൊണ്ടാണ് നാം വളരെ ബോധപൂർവം വിവേകപൂർവം കാര്യങ്ങൾ കുറിക്കേണ്ടത് എന്നാണ് അതിന് കാരണം. സോഷ്യൽ നെറ്റ്വർക്കുകളും കമ്മ്യൂണിക്കേഷനും ഉപയോഗിക്കുന്നതിൽ വലിയ ഉത്തരവാദിത്വ ബോധം പ്രകടിപ്പിക്കണമെന്ന് ആർച്ച് ബിഷപ്പ് പറയുന്നു. സോഷ്യൽ നെറ്റ്വർക്കുകൾ കമ്മ്യൂണിക്കേഷനും
ഉപയോഗിക്കുന്നതിൽ വലിയ ഉത്തരവാദിത്വ ബോധം പ്രകടിപ്പിക്കേണ്ടതുണ്ട്. കാരണം അത് ഒരു അവസരം പോലെ അപകട സാധ്യതയുമാണ്. മീഡിയയിൽ രണ്ടുമുണ്ട്. നല്ലൊരു അവസരമാണ്, നല്ലൊരു ഉപകരണമാണ്, ദൈവത്തിൻ്റെ സമ്മാനമാണ്. പക്ഷേ അതേസമയം അതിൽ ഒരു അപകടമുണ്ട്, തിന്മയുണ്ട്, തിന്മയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം മറക്കരുത്. സഭയുടെ കൂട്ടായ്മയ്ക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുവാൻ അതിനാകും. നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതാണിത്. സഭയുടെ ആ കൂട്ടായ്മയെ തകർക്കാൻ ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഈ മാധ്യമങ്ങളെ വളരെ വിവേകത്തോടെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഈ ഇൻ്റർവ്യൂ മെത്രാപ്പൊലീത്ത ചുരുക്കുകയാണ് ചെയ്തത്. നമ്മളെ 2 എപ്പിസോഡുകളിലായി കണ്ടത് മെത്രാന്മാർക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിൻ്റെ പുതിയ പ്രീഫെക്റ്റ്, അദ്ദേഹത്തിൻ്റെ പേര് ആർച്ച് ബിഷപ്പ് റോബർട്ട് പ്രിബോസ്റ്റാണ്. അദ്ദേഹവുമായി നടത്തിയ ഒരു അഭിമുഖമാണ്. ആധുനിക കാലത്ത് മെത്രാൻ എന്തായിരിക്കണം, അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്താകണം, വിവിധ വിഷയങ്ങൾ, ഐഡൻറ്റിക്കിറ്റ് എന്ന് നമ്മൾ കണ്ടല്ലോ, വിവിധ കഷണങ്ങൾ കൂട്ടിച്ചേർത്തുള്ളൊരു ചിത്രം വരയ്ക്കാനാണ് ആർച്ച് ബിഷപ്പ് ശ്രമിച്ചത്. അത് മനോഹരമാണ്. മെത്രാന്മാർക്ക് മാത്രമല്ല, വൈദികർക്കും മറ്റ് സഭയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ സഹായകമായ ചിന്തകളാണ്. പ്രത്യേകിച്ച് ഒരു മെത്രാൻ്റെ ഒരു വലിയ ചുമതലകളെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. അത് വലിയ പാഠമാകട്ടെ. നമുക്ക് അങ്ങനെ പ്രവർത്തിക്കുന്ന മെത്രാന്മാരുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ പരിശുദ്ധ പിതാവിൻ്റെ ഒരു സന്ദേശവുമായി കണ്ടുമുട്ടാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.